കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ടറഫ് അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചുപൂട്ടിയിട്ട് ഒരു മാസം. കായിക പ്രേമികൾ പ്രതിഷേധത്തിൽ. ടറഫ് സ്വകാര്യവൽക്കരിക്കാൻ നീക്കമെന്നും പരാതി. ലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെ കായിക വിനോദത്തിലേക്ക് വഴിതിരിച്ചുവിടുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ നഗരസഭാ ഭരണകാലത്ത് സ്ഥാപിച്ച കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ടർഫ് അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചുപൂട്ടിയിട്ട് ഒരു മാസം പിന്നിടുന്നു. നഗരസഭ കരുവേലിപ്പടി ഡിവിഷനിലെ ടിപ് ടോപ്പ് അസീസ് സ്മാരക ടർഫാണ് അധികൃതർ അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചുപൂട്ടിയത്. അടച്ചുപൂട്ടിയപ്പോൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉടൻ തുറന്നു നൽകുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു മാസം പിന്നിട്ടും യാതൊരു അറ്റകുറ്റപ്പണികളും ഇവിടെ നടന്നിട്ടില്ല. ഇതിനായി എസ്റ്റിമേറ്റ് ഉണ്ടോ എന്നും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. യുവാക്കൾക്ക് കളിക്കാൻ പൊതുവിടങ്ങൾ കുറവായ കൊച്ചിയിൽ കുറഞ്ഞ ചെലവിൽ കളിക്കാൻ സഹായകരമായിരുന്ന ടർഫാണ് അടച്ചുപൂട്ടിയത്. 1 കോടിയോട് അടുത്ത് ചിലവഴിച്ച് നിർമ്മിച്ച ടർഫിന്റെ പരിപാലന ചുമതല സിഹെഡിനായിരുന്നു. 2024 ഓഗസ്റ്റ് 17-നാണ് സിഹെഡ് ടർഫിന്റെ ചുമതല ഏറ്റെടുത്തത്. ടർഫ് പരിപാലനത്തിനായി 2 ജോലിക്കാരെയും നിയോഗിച്ചിരുന്നു. പുതിയ കൗൺസിൽ നിലവിൽ വന്നതിന് പിന്നാലെ ഈ വർഷം ജനുവരി 13-ന് സിഹെഡ് പരിപാലനത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കാണിച്ച് നഗരസഭയ്ക്ക് കത്ത് നൽകുകയായിരുന്നു. പരിപാലനത്തിനും ഫീസ് ഈടാക്കുന്നതിനും നിരവധി പരിമിതികൾ നേരിടുന്നതായും നഗരസഭ നേരിട്ട് നടത്തുന്നതായിരിക്കും അഭികാമ്യം എന്നും കാണിച്ചായിരുന്നു കത്ത് നൽകിയത്. ഇതിനുശേഷം ടർഫ് പരിപാലനത്തിൽ നിന്ന് സിഹെഡ് മാറുകയായിരുന്നു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ടർഫ് സ്വകാര്യവൽക്കരിക്കാൻ നീക്കം നടക്കുന്നതായും ആക്ഷേപം ശക്തമായിട്ടുണ്ട്. എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ടർഫ് തുറന്നു നൽകാൻ നടപടി വേണമെന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് വാർഡ് കമ്മിറ്റി നിശ്ചയിക്കുന്ന വികസന സമിതിയെ ടർഫ് പരിപാലന ചുമതല ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട യുവവെളിച്ചം സാമൂഹ്യ സാംസ്കാരിക വേദി, തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി, മേയർ VK മിനിമോൾ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തുറക്കുമ്പോൾ നിലവിലെ താരിഫ് തുടരണമെന്നും സ്വകാര്യവൽക്കരിക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്നും യുവവെളിച്ചം പ്രസിഡന്റ് CP വിനോദ്, സെക്രട്ടറി ബാബു ഐസക് ജോൺ എന്നിവർ ആവശ്യപ്പെട്ടു. ഞാൻ ഹനീഷ് KH, കൊച്ചിയിലൊരു പൊതുപ്രവർത്തകനാണ്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ ആദ്യത്തെ ടർഫാണ് നമ്മുടെ ചുള്ളിക്കൽ. അപ്പോൾ ഏകദേശം അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസമായി അത് അടച്ചിട്ടിട്ട്. അത് തികച്ചും പ്രായോഗികമല്ല. കാര്യം കൊച്ചിയിൽ കളിയിടങ്ങൾ ഇല്ല, താരതമ്യം കുറവൊന്നുമില്ല, കളിയിടങ്ങൾ ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾക്കും പ്രേമികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാവുന്ന ചുള്ളിക്കല്ലിലെ ടർഫ് ഈ അനിശ്ചിതകാലമായിട്ട് ഇങ്ങനെ പൂട്ടി വെക്കുന്നതിന് യോജിക്കാൻ സാധിക്കില്ല. അതിൻ്റെ പരിപാലന ചുമതല സിഹെഡിനായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പിന്മാറി എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് എന്താണെന്ന് ഈ ഒരു പുതിയ ഭരണ സമിതി വന്നേ പിന്നെയാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് സിഹെഡ് മാറിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അതിനായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഇവിടെ തന്നെ ഈ മയക്കുമരുന്നും അതിനെക്കുറിച്ചൊരു ക്യാമ്പയിൻ അപ്പോഴത്തെ നടത്തുമ്പോൾ അതിലേക്ക് യുവാക്കളും കായിക പ്രേമികളും പോകാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം ഇതേപോലുള്ള കളിയിടങ്ങൾ, പൊതു കളിസ്ഥലങ്ങളൊക്കെ തുറന്നു കൊടുക്കാമെന്നുള്ളതാണ്. ആ സമയത്താണ് ഇത് അടച്ചു വെച്ച്. അതേസമയം അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുമെന്ന് കൗൺസിലർ കവിത ഹരികുമാർ പറഞ്ഞു. ഫുട്ബോൾ ടർഫായ ടിപ് ടോപ്പ് അസീസ് ഫുട്ബോൾ ടർഫ് ഏകദേശം ഒരു മാസത്തിലധികമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് പൂട്ടിയിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടിയിട്ടാണ് അത് പൂട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മേയറുമായിട്ടെല്ലാം നമ്മൾ സംസാരിച്ചതിന് ശേഷം അടിയന്തരമായിട്ട് അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. ഉടനെ തന്നെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മെയിൻ്റെനൻസ് പൂർത്തിയാക്കി നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തുറന്നു കൊടുക്കാനായിട്ടുള്ള തീരുമാനമാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ഇതൊക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാവും. ഈ ഓണത്തിന് 7Cന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് ലക്കി ഡ്രോയിലൂടെ കിട്ടാൻ പോകുന്നത് 1 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണം. ഇനി ഓരോ പവൻ വാങ്ങുമ്പോഴും ക്യാഷ് സ്ക്രാച്ച് കൂപ്പൺ, കൂടാതെ പണിക്കൂലി വെറും 2.9% മുതൽ. ഓണമൊരുക്കം തുടങ്ങി. 1 പവൻ ബുക്ക് ചെയ്യാൻ 10,000 രൂപ. 916 ആഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ അതാത് ദിവസത്തെ സ്വർണ്ണവില. മാത്രമല്ല, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 15% ഡിസ്കൗണ്ട്. 7Cൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വാങ്ങിയ അതേ വില. സ്വർണ്ണ കൊടുക്ക പദ്ധതി വഴി ഓഫർ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനം. അപ്പോൾ ഓഫർ മറക്കണ്ട, ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 5 വരെ മാത്രം. അപ്പോൾ നേരെ വന്നോളൂ അരൂക്കുറ്റി, വടത്തല, എരമല്ലൂർ, പള്ളൂരുത്തി 7Cലേക്ക്.